സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുകയാണ്. 756 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. 741 പോയിന്റുമായി കോഴിക്കോടും തൃശൂരും രണ്ടാമത്. ജനപ്രിയ ഇനങ്ങളിൽ മത്സരം പുരോഗമിക്കുകയാണ്. നാടകവേദിയിൽ നിന്നും അർജുൻ കല്യാടുണ്ട്. അർജുൻ, ഇപ്പോൾ നാടകവേദിയിൽ നിന്നുള്ള കാഴ്ച എന്താണ്? മത്സരം പുരോഗമിക്കുകയാണോ? അതോടൊപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും നാടകവേദി 11 കർണികാലത്തിൽ ഇപ്പോൾ നാടക മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് കുട്ടികൾ ഈ നാടക മത്സരത്തിൽ തന്നെ പങ്കെടുക്കുന്നത്. നാടകങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അനവധിയായിട്ടുള്ള വിഷയങ്ങൾ, സാമൂഹിക പ്രസക്തിയുള്ള അനവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ നാടകത്തിൽ പ്രമേയമായി വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയം, അത് വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിൽ സംവദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം കൂടിയായ അത്തരം ചില വിഷയങ്ങൾ ഉൾപ്പെടെ ഈ നാടകത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർന്ന് വന്നിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വേദി 11 ഇപ്പോൾ നാടക മത്സരത്തിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഈ നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന കലോത്സവത്തിൻ്റെ ഒരു മുഴുവൻ അപ്ഡേറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നേറ്റം തുടരുന്നത്. 756 പോയിന്റാണ് അല്പസമയം മുൻപുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു മത്സര ഇനത്തിൻ്റെ റിസൾട്ട് കൂടി വന്ന ആ പോയിന്റ് നില 759 എന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. 754 പോയിന്റുമായി തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടും രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. പാലക്കാട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 742 പോയിന്റാണ് ഈ കോഴിക്കോടിനുള്ളത്. ഇന്നലെ വരെ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാലക്കാട് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കലോത്സവത്തിൽ ഈ മത്സര ഇനങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ ഓവറോൾ, അതായത് സ്വർണ്ണക്കൊപ്പ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരവും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അതേസമയം സ്കൂളുകളുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അത് പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണുള്ളത്. 188 പോയിന്റുകളാണ് BSS ഗുരുകുലം ആകെ നേടിയിരിക്കുന്നത്. അത്തരത്തിൽ തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവം വളരെ ആവേശത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മത്സരം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ സമാപനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മത്സര ഇനങ്ങളും വലിയ വാശിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ആ മത്സര ഇനങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഈ വാശി ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴും അതൊരു അപ്പീലുകളുടെ എണ്ണം ഉൾപ്പെടെ അതിനനുസരിച്ച് വർദ്ധിക്കുന്ന കാഴ്ചയും ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.